രാക്ഷസി പ്രണയം. രചന കൺമണി. അവതരണം സാലിം കരുളായി. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൻ്റെ താലിയുടെ അവകാശം എനിക്ക് വേണമെന്ന്. തിന്നുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുകയില്ലാതെ പിന്നെ എന്തിനാണ് നീ ഇത് കാഴ്ച കെട്ടി നടക്കുന്നത്? ഒരു തെരുവ് നായയോടുള്ള പരിഗണന പോലും ഇല്ലാതെ ഒരു ചെന്നായ നശിപ്പിച്ച എൻ്റെ ജീവിതത്തിൻ്റെ വിലയാണ് നീ കഴുത്തിൽ കിട്ടിയ ഈ താലി. എടി പുല്ലേ, ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ നേളിപ്പ്. അല്ലെങ്കിൽ എനിക്കിത് കഴുത്തി കെട്ടി നടക്കണമെന്നൊന്നുമില്ലടോ. താൻ എന്തുവാടോ കരുതിയത്? ഞാൻ ഈ താലി വാങ്ങി തൻ്റെ ഭാര്യ പതിവ് അലങ്കരിച്ച് പട്ടമാർച്ചയായി ഇവിടെ വാഴാനാണെന്നാ കരുതിയോ? താനുകളെ കുരുക്കാടോ ഈ താലി? വെറും മഞ്ഞച്ചെടെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന ഈ ചെടലിൽ കിടന്ന് നീ നിന്റെ ജീവന് വേണ്ടി പിടയും. പിന്നെ പിടയും നോക്കിയിരുന്നോ നീ? എൻ്റെ ഒരു വിരലിനില്ല, അത് ഓർമ്മ വേണം. ഞാൻ എൻ്റെ ഒരു വിരലാൽ വലിച്ചു കഴിഞ്ഞാൽ തീരും നിന്റെ ഈ താലിയുടെ മഹാത്മ്യം. താലി അത് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഒരാണും പെണ്ണും മനസ്സറിഞ്ഞത് സ്വീകരിക്കുമ്പോൾ മാത്രം അതിനാ പേര് യോജിക്കുന്നത്. അല്ലാതെ അത് കാപ്പവൻ പൊന്നിന്റെ വിലയുള്ളൊരു സ്വർണം മാത്രം. ഒന്ന് നീ ഓർത്തോ, നീ കെട്ടിയ ഈ താലിക്ക് നീ നൽകുന്ന വിലയുടെ 100% വില പോലും ഞാൻ നൽകിയിട്ടില്ല. പൂച്ചമയുള്ള ഇതിനോട്. പിന്നെ ഇത് പൊട്ടിച്ചു കളയുന്നുള്ള ഭീഷണി അതെനിക്ക് ദേ ഇതാ. കയ്യിലെ ഒരു രോമം പിടിച്ച് പറഞ്ഞ് അവളവനെ നേരെ പൂച്ചത്തോടെ നോക്കി. നീ പൊട്ടിച്ച് കളഞ്ഞാൽ മാറ്റി പോകുന്നതല്ല നീയും ഞാനുമായുള്ള ബന്ധം. അതും ഓർത്തോ നീ? ഡേയ് പോട തേണ്ടി, അവൻ്റെ ഒരു താലി. ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ തീരൂലേ നിന്റെ ഈ ഡയലോഗ്? അത്രയും പറഞ്ഞവൾ കഴുത്തിലെ താലിയിലേക്ക് കൈ ചേർത്തതും നിതമോളെ അരുത്, അത് ചെയ്യാൻ പാടില്ല. അവളുടെ പുറകിലുള്ള പ്രായമായ സ്ത്രീ അവളോടായി താണ് പറഞ്ഞതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലെ പടവുകൾ ഓരോന്നായി കയറിപ്പോയി. അപ്പോഴും അവളുടെ കണ്ണിൽ അവനോടുള്ള വെറുപ്പ് സ്ഥായിയായി നിൽക്കുമ്പോൾ അതേ ഭാവം തന്നെയായിരുന്നു അവൻ്റെ മുഖത്തും. ദേഷ്യവും പുച്ഛവും വെറുപ്പും ഒരുപോലെ രണ്ടുപേരിലും നിറഞ്ഞു നിന്നു. ഓരുകാളകളെ പോലെയായിരുന്നു രണ്ടുപേരും മാത്രം നേരം നിന്നിരുന്നത് പോലും. അവൾ പോയതും ദ്രുതി നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. രാം തൻ്റെ മുന്നിൽ വരിഞ്ഞു മുറുകി നിൽക്കുന്ന അവനെ പതുക്കെ വിളിച്ചു. തന്തൊക്കെ പിറകത്ത് ബാസ്റ്റേഡ്. മുന്നിലെ ഫ്ലവർ വേസ് എറിഞ്ഞുടച്ചുകൊണ്ട് പറഞ്ഞവൻ്റെ മുന്നിലൂടെ മിന്നൽപ്പിടലിൻ്റെ വേഗത്തിൽ എന്തോ കടന്നു പോകുന്നത് കണ്ട അവൻ ഒരു നിമിഷം ഈമച്ചിമാൻ മറന്നുപോയതും തൊട്ടടുത്ത നിമിഷം അവൻ്റെ കൂടെയുള്ള ധൃതിയുടെ അലർക്കേട്ട് തിരിഞ്ഞു നോക്കി അവന് നേരെ ഒരു കൂട്ടം ചില്ലുചീടുകൾ തെറിച്ചു വീണിരുന്നു. ഇടം കൈയാൽ അതിനെ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും പെട്ടെന്നായതുകൊണ്ട് ചീളുകൾ പലതും അവൻ്റെ മുഖത്തും കൈകളിലും തറച്ചു കയറിയിരുന്നു. ബാക്കി നിലത്തായി ചിതറിക്കിടക്കുന്ന ചീടുകളിലായി അവളുടെ പ്രതിബിംബം തെളിഞ്ഞു വരുന്നത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കി. മുകളിലെ കൈവരയിൽ പിടിച്ച് പകയോടെ നോക്കുന്ന അവളെ കണ്ടതും അവന്റെ പല്ലുകൾ ഞെരുങ്ങി. എന്നെ തെറി വിളിക്കാൻ എന്ത് യോഗ്യതയാണോ തനിക്കുള്ളേ? അവളുടെ വാക്കുകൾ കേട്ടതും റാമിന്റെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കിളികൾ പറന്നു പോയിരുന്നു. അവനവളെ പറഞ്ഞതിന് 4 ഇരട്ടിയായിരുന്നു അവൾ അവനെ പറഞ്ഞത്. അവന്റെ വാക്കുകൾ കാതിൽ പതിച്ചതും കൺമുന്നിലെ ഫ്ലവർ വേസ് എടുത്ത് അവൻ നേരെ എറിഞ്ഞതായിരുന്നു അവള്. പക്ഷേ തലനായയുടെ വ്യത്യാസത്തിൽ അത് തെന്നി മാറിപ്പോയി അവന്റെ പിന്നിലെ മിററിൽ വലിയ ശബ്ദത്തോടെ ചെന്ന് പതിച്ചു. ചിന്നിച്ചിതറി നിലത്താകെ തകർന്നു കിടക്കുന്ന ചില്ലുപാളികളിൽ മുഴുവൻ അവനെ പകയോടുറ്റു നോക്കുന്ന അവളുടെ മുഖമായിരുന്നു തെളിഞ്ഞു വന്നത്. അവനെയോ നോക്കി പല്ലുകൾ ഞെരുമ്പി അവൾ അകത്തെ റൂമിലേക്ക് കയറിപ്പോയിരുന്നു. റാം, ഇവളെന്താണ് ഇങ്ങനെ? ഇത് മനുഷ്യജന്മം തന്നെയാണോ അതോ വല്ല രാക്ഷസ ജന്മോ? രാക്ഷസനല്ലടാ, രാക്ഷസി. എൻ്റെ ജീവിതം തകർക്കാനായി ഒരുമ്പിട്ടിറങ്ങിയ രക്തരക്ഷസ്. അറിയില്ല അവൾക്ക് എന്നെ. അവൾ രാക്ഷസിയാണെങ്കിൽ അവളേക്കാൾ നല്ല രാക്ഷസനാണ് ഞാൻ. അത് പറയുമ്പോൾ അവൻ്റെ കയ്യിലെ മസിലുകൾ വലിഞ്ഞു മുറുകി. ചുവന്ന് കലങ്ങിയ കണ്ണുകൾക്കൊപ്പം അവൻ്റെ കഴുത്തിലെ നീലഞ്ഞെരുമ്പുകൾ പൊന്തി വന്നിരുന്നു. ഹലോ, ഇത് എങ്ങോട്ടാ അടിച്ചു കയറിയിട്ട്? സാറ് വരാൻ പറഞ്ഞിട്ടാണോ വന്നേ? അപ്പോയിൻമെൻ്റ് ഉണ്ടോ? വഴിമാറ്, ഇവിടേക്ക് വരാൻ എനിക്കറിയും അപ്പോയിൻമെൻറ്റ് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് പറയാതെ ഞങ്ങൾക്കറിയാം അകത്ത് വിടാൻ പറ്റില്ല. കുട്ടി പേര് പറ, ഞാൻ സാറിനോട് വിളിച്ച് ചോദിച്ചിട്ട് അകത്തേക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ വന്ന വഴി വിട്ടോ. ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി വളരെ പരുഷമായി അവൾക്ക് മറുപടി കൊടുത്തതും അവൾ അയാളെ രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിൽ അയാളൊന്നും പതരാതിരുന്നില്ല. എന്നാലും അത് പ്രകടിപ്പിക്കാതെ അയാൾ പറഞ്ഞു, കുട്ടി പേര് പറയൂ, ഞാൻ സാറിനോട് വിളിച്ച് ചോദിക്കാം. അഗ്നിത. ഓക്കെ, 1 മിനിറ്റ് നിൽക്കേ. അത് പറഞ്ഞ് ഗേറ്റിനരികിലുള്ള കുഞ്ഞു റൂമിലേക്ക് കയറി ആരെയോ ഫോൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നു. സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അകത്തേക്ക് വരൂ. അയാൾ പറഞ്ഞത് കേട്ടത് നിലത്തിൽ നിന്ന് ബാഗും എടുത്ത് അവൾ അകത്തേക്ക് നടന്നു. അവളുടെ മുഖം കണ്ട് സെക്യൂരിറ്റി ആകെ വിളറി വെളുത്തിരുന്നു. എന്തോ ഉമിനീരക്കാൻ പോലും കഴിയാതെ അയാൾ അവൾ അകത്തേക്ക് കയറി പോകുന്നത് നോക്കി നിന്നു. അവളുടെ പേരിലുള്ള അഗ്നി അവളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് പോലെ തോന്നി അയാൾക്ക്. ഈ ഉലകം മുഴുവൻ ചുട്ടരിക്കാനുള്ള ക്രോധം ആ മുഖത്തിൽ നിന്ന് കാണാം. തിളങ്ങുന്ന കണ്ണുകൾക്ക് പകരം പകയാണ് നിറഞ്ഞു നിന്നിരുന്നത്. മാനത്തെ കാർമേഘം ഉരുണ്ടുകൂടി മൂടിക്കെട്ടുന്നത് പോലെ അവളുടെ മുഖവും മൂടിക്കെട്ടിയിരുന്നു.
ആ വലിയ ബംഗ്ലാവിന്റെ മുന്നിൽ തലയുയർത്തി അവൾ നോക്കിയപ്പോൾ അതൊരു രാക്ഷസ കൊട്ടാരമായാണ് അവൾക്ക് തോന്നിയത്. മുഖം കോട്ടി പുച്ഛിച്ച് വലങ്കാൽ വെച്ച് കയറാൻ നിന്നവൾ ആ കാല് തിരിച്ച് തൻ്റെ ഇടങ്കാല ആദ്യപതിയിൽ വെച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ അവൾ അകത്തെ ഹാളിലേക്ക് കയറി ചെന്നു. ഒരു കൊട്ടാരം പോലെ തന്നെയായിരുന്നു ആ വീടിൻ്റെ ഉൾവശം. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും ഗ്ലാസ് കൊണ്ടുള്ളതായിരുന്നു. അവൾ അവിടെയുള്ളൊരു സെറ്റിയിൽ ചെന്നിരുന്ന് ഇടങ്കാലിന് മുകളിലായി വലങ്കാല് കയറ്റിക്കൊണ്ട് കയ്യിലെ ഫോൺ ഓപ്പണാക്കി. ആരോ വന്നെന്ന് മനസ്സിലായി ഏകദേശം 50 കഴിഞ്ഞ് പ്രായമുള്ള ഒരു സ്ത്രീ അടുക്കളയിൽ നിന്നും വന്ന് അവളുടെ അരികിലേക്ക് ചെന്ന് ആരാണെന്നും എന്തിനാണ് വന്നതെന്നും ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അവർ തലയിട്ട് നോക്കുന്നു കൂടി ഉണ്ടായിരുന്നില്ല. അവളൊന്നും മിണ്ടാതെയായതും അടുക്കളയിലേക്ക് ചെന്ന് അവിടെയുള്ള മറ്റൊരു സെർവൻറ്റിനോട് എന്തോ പറഞ്ഞേൽപ്പിച്ചു. അതുപ്രകാരം ആ സെർവൻറ്റ് ഹാളിലേക്ക് വന്ന് മുകളിലെ സ്റ്റെയർ കയറി. പോകുന്ന പോക്കിൽ അവളെ ഒന്ന് നോക്കിയെങ്കിലും അവൾ ആരെയും മൈൻഡ് ചെയ്തിരുന്നില്ല. മുകളിലേക്ക് കയറിപ്പോയ സെർവൻറ്റ് ഒരു റൂമിൻ്റെ മുന്നിൽ പോയി ഡോറിൽ 2 വട്ടം തട്ടി. പുറത്തു നിന്ന് തന്നെ അവൾ മെല്ലെ പറഞ്ഞു, സാർ, താഴെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. യാ, യു ഗോ ആൻഡ് ഐ വിൽ കം. ഓക്കെ സാർ. അകത്തുനിന്ന് മറുപടി കിട്ടിയതും അവൾ അവിടെ നിൽക്കാതെ താഴേക്ക് പോയി. തിരിച്ചിറങ്ങുന്ന സമയത്തും ആ സർവൻ്റ് അഗ്നിതയെ നോക്കിയെങ്കിലും അവൾ പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നത്. അവളുടെ ആരെയും കൂസാതെയുള്ള ഇരിപ്പ് ഇഷ്ടപ്പെടാത്തതുപോലെ അവർ മുഖം ചുളിച്ച് കിച്ചണിലേക്ക് ചെന്നു. അപ്പോഴേക്കും നേരത്തെ വന്ന പ്രായമായ സ്ത്രീ കയ്യിലൊരു ജ്യൂസുമായി വന്ന് അവൾക്ക് നേരെ നീട്ടി. പക്ഷെ അവൾ അവൻ അപ്പോഴും കണ്ട ഭാവം പോലും കാണിച്ചില്ല. ജ്യൂസ് വേണമെന്നോ വേണ്ടെന്നോ പോലും പറയാതെ അപ്പോഴും അതേ ഇരിപ്പ് തന്നെ തുടർന്നു. സെർവൻ്റ് പോയതിന് പിന്നാലെ മുകളിലെ മുറി തുറന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. ഇൻസൈഡ് ചെയ്ത ഷർട്ടിൻ്റെ മേലെ ഡാർക്ക് ഗ്രീൻ കോട്ട് ധരിച്ചിട്ടുണ്ട്. വലം കയ്യിൽ രാക്ഷസ രൂപം കൊത്തിയ ലോക്കറ്റോട് കൂടിയ ഒരു ബ്രേസ്ലെറ്റും കയ്യിൽ ബ്രാൻഡ് മാറ്റി. ഷർട്ടിൽ ആദ്യപ്പെട്ട സ്ഥിരാത്ത് കാരണം കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല എടുത്ത് കാണാമായിരുന്നു. അവൻ്റെ വലം കയ്യിലായി ഒരു ഫയലുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ ഹാളിലെ സെറ്റിയിലിരിക്കുന്നവളെ കണ്ടതും അവനെ നെറ്റിയൊന്ന് ചുളിഞ്ഞുവെങ്കിലും അത് പിന്നീട് ഒരു പരിഹാസങ്ങളുടെ ചിരിയിലേക്ക് വഴിമാറിയിരുന്നു. അവനെ കണ്ടതും അവൾ കയ്യിലെ മൊബൈൽ ഓഫാക്കി അവന് നേരെ എഴുന്നേറ്റ് നിന്നതും അവൻ്റെ കണ്ണുകൾ അവളുടെ വടിവത്ത ശരീരത്തിലൂടെ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി. ഒരു നിമിഷം അവളെ നോക്കി വഷളം ചിരിയോടെ കീച്ചുകൊണ്ട് നുണഞ്ഞു വിട്ടതും അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ അവനിൽ നിന്നും മറപ്പോടെ മുഖം തിരിച്ചു. മോർണിംഗ് മിസ് അഗ്നിത, എന്താ ഈ വഴിക്ക്? എനിത്തിങ് ഒഫീഷ്യൽ മാറ്റർ? നോ, ഒരു അൺഒഫീഷ്യൽ മാറ്റർ പറയാനാ വന്നേ. വാട്ട് അൺഒഫീഷ്യൽ മാറ്റർ? അത് നമ്മൾ തമ്മിൽ? പുരികക്കൊടികൾ വളർത്തി സംശയരൂപേണ അവൻ ചോദിച്ചു. ഇത്ര പെട്ടെന്നെല്ലാം മറന്നോ മിസ്റ്റർ റാണ വിക്രംനാഥ്? അല്ലെങ്കിലും ഓർക്കാൻ തുടങ്ങിയ എവിടെ എത്താനല്ലേ? താൻ തകർത്തെന്നയുടെ ലിസ്റ്റ് ഒരു ബുക്കിലോ മറ്റോ ഒതുങ്ങുന്നതല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? മോള് പക വീട്ടാൻ വന്നതാണോ? എന്നാലേ വന്നവർ തന്നെ വിട്ടോ. അല്ല, കഴിഞ്ഞത് മുഴുവൻ കുത്തിപ്പോക്കാനാണെങ്കിൽ നിനക്ക് ഓർമ്മയില്ലാത്ത പലതും നിന്റെ വെളിവോടെ ഞാൻ നിനക്ക് കാണിച്ചു തരും. അവളുടെ അരികെ പോയി നിന്ന് അവൻ്റെ താടി ഒഴിഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് കേട്ടതും അവൾ പകയോട് അവനെ ഒന്ന് നോക്കി. ലൂക്ക് അഗ്നിത, കഴിഞ്ഞത് കഴിഞ്ഞു. എന്നായാലും നീ ഏതെങ്കിലും ഒരുത്തനെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വെച്ചത് ഇതിന് നേരത്തെ ഞാൻ കണ്ടു. എന്ന് വെച്ച് നിന്റെ പരിശുദ്ധി കാറ്റിൽ അലിഞ്ഞില്ലാതാവത്തൊന്നുമില്ല. മാത്രമല്ല, നീ ഇന്നേ വരെ കാണാത്ത അത്രയും പണം നിനക്ക് ഞാൻ തന്നു. പിന്നെ എന്തിനടി വീണ്ടും കെട്ടിയിറങ്ങി വന്നേക്കുന്നേ? തന്നത് പോരാഞ്ഞിട്ടോ അതോ ഒരു രാത്രിയിലും മതിയാവാഞ്ഞിട്ടോ? ഓ, അത് നിനക്കൊന്നും ഓർമ്മയില്ലല്ലോ അല്ലേ? അപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടാണോ മോള് വന്നേക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം സമയം തീരെയില്ല. രാത്രിയിൽ വിളിക്ക്. ഇന്ന് വേറെ ആരുമില്ലേ? നമുക്ക് ഒന്നുകൂടെ കാണാം. പറയാതിരിക്കാൻ വയ്യ. പാതിമയക്കത്തിലായിരുന്നുവെങ്കിലും നിന്റെ കൂടെയുള്ള ആ രാത്രി എൻ്റെ ഇത്രയും കാലത്തിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ. താങ്ക്സ് ലോട്ട്. ചീ, അവൾ അറപ്പോടെ തന്നെ അവൻ പറഞ്ഞത് കേട്ട് മുഖം വെട്ടിച്ചു. ഡോ, താൻ എന്താണോ വിചാരിച്ച്? താൻ എനിക്ക് നേരെ നീട്ടിയ നോട്ടുകെട്ടിൽ മഞ്ഞടിച്ച് പോയി വീണ്ടും ആ പണത്തിന് വേണ്ടി വന്നതാണെന്നോ? അതോ നിന്റെ മുന്നിൽ ഇനിയും അടിയറവ് പറയാനായി വന്നതാണെന്നോ? എന്നാ നിനക്ക് തെറ്റി. ഉപയോഗിച്ച് കഴിഞ്ഞ് എന്നെ വെറും കറിവേപ്പിലയാക്കാന്നുള്ള നിന്റെ ധാരണ. അങ്ങനെ ഒരുപാട് കറിവേപ്പിലകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പൊറുക്കി കളഞ്ഞു കാണും. പക്ഷേ ഈ അഗ്നിതയെ നീ ആ കൂടുതൽ കാണണ്ട. നീ എൻ്റെ ജീവനും ജീവിതവും തകർത്തെറിഞ്ഞ് സുഖമായൊരു ജീവിതവും നീ കരുതണ്ട. പിന്നെ നിനക്ക് എന്താടി വേണ്ടേ? അതിന് മറുപടിയായി തിരിഞ്ഞു നിന്ന് ബാഗ് തുറന്ന് അതിനുള്ളിൽ നിന്നും എന്തോ എടുത്ത് അവൻ അഭിമുഖമായി നിന്നുകൊണ്ട് ചുരുട്ടിപ്പിടിച്ച വലങ്കൈ മുകളിലേക്ക് ഉയർത്തിയതും ചുരുട്ടിയ വിരലുകളിൽ നിന്നും ഒരു മഞ്ഞച്ചരട് താഴേക്ക് ഊർന്നു വീഴുന്നതിനൊപ്പം അതിൻ്റെ അറ്റത്തായി ഒരു മഞ്ഞ ലോഹവും ഉണ്ടായിരുന്നു. ആ ചരടിൻ്റെ മറ്റേ അറ്റം അവളുടെ കൈകളിൽ കിടന്ന് ആടി കളിച്ചുകൊണ്ടിരുന്നു. നീ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാണോ? എനിക്ക് നിങ്ങളുടെ ഭാര്യ പദവിയോ ഈ വീട്ടിലെ മഹാറാണി പട്ടവോ വേണ്ട. പക്ഷേ തകർത്തെറിഞ്ഞ എൻ്റെ ജീവിതത്തിന് ഒരു ഉത്തരം വേണം. അതിനിതാ ഇതെൻ്റെ കഴുത്തിൽ കെട്ടിയേ പറ്റൂ. അതിന് നീ വേറെ ആളെ നോക്ക്. ഇതൊന്നും ഈ റാമിൻ്റെ ജീവിതത്തിൽ ഒരു പുത്തരിയല്ല. ഈ 27 വയസ്സിനുള്ളിൽ ഒരുപാട് പെണ്ണുങ്ങളുടെ വിയർപ്പിൻ്റെ രുചി ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
അവരെയൊക്കെ കെട്ടാൻ ഞാൻ തീരുമാനിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മുന്നിൽ തോറ്റുപോകും. അതുകൊണ്ട് പറയാം, മോള് വന്ന വഴി പോകാൻ നോക്ക്. വേണമെങ്കിൽ ഞാനൊരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തരാം. അതും വാങ്ങി മിണ്ടാതെ പോകുന്നതാ നിനക്ക് നല്ലത്. അല്ല, കെട്ടിയെ അടങ്ങുമെന്നാണെങ്കിൽ കഴുത്തിൽ താലി വീണിലും എൻ്റേതെന്ന് ഉറപ്പുള്ള ഒന്ന് ഞാൻ ഈ വയറ്റിൽ തരും. വെറുതെ എന്തിനാ നിന്റെ വിയർപ്പിൻ്റെ രുചി എന്നെ വീണ്ടും മറിയിക്കണേ? ഞാനാണെങ്കിൽ ഒരു വട്ടം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സാധനം പിന്നെ ഉപയോഗിക്കാറില്ല. അതാ എൻ്റെ ഒരു പോളിസി. എനിവേ, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അപ്പോൾ ബായ്. കമലമ്മ, ഇവൾക്ക് ചായ കൊടുത്ത് നല്ലോണം സൽക്കരിച്ചേ വിടാവൂ. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണേ. അവളോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ റാം കമലമ്മയുടെ വിറയാർന്ന വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടത് വലം കൈയിൽ പിടിച്ചിരിക്കുന്ന കത്തി കഴുത്തിൽ വെച്ച് സ്വയം മരിക്കാൻ തുനിയുന്ന അഗ്നിതയാണ്. ആഹാ, കൊള്ളാം, നല്ല ഐഡിയ. ആര് പറഞ്ഞു തന്നതായാലും പരമ ബോറായിട്ടുണ്ട്. ഇതൊക്കെ റോഡിൽ വല്ല തെണ്ടി പിള്ളേരുടെ അടുത്ത് നടക്കും. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അല്പം നിലവാരമുള്ളതാവാമായിരുന്നു. വെറുമൊരു ഭീഷണിയായി നീ ഇതിനെ വില കുറച്ച് കാണണ്ട. എൻ്റെ ശരീരത്തിൽ നിന്ന് ശ്വാസം നിലക്കുന്ന നിമിഷം നിന്റെ കയ്യിൽ വിലങ്ങ് വീഴും. നീ കെട്ടിപ്പൊക്കിയ എല്ലാതും കാറ്റിൽ ചീട്ടുകൊട്ടാരം വീണ് തകർന്ന് അടിയും. ശേഷിച്ച ജീവിതം നീ ജയിലിൽ കഴിയും. അതിനുള്ള എല്ലാ കുരുക്കും തയ്യാറാക്കിയ നിന്നെപ്പോലെ രാക്ഷസൻ്റെ അരികിലേക്ക് വന്നത്. എനിക്കറിയാം, ഞാൻ വന്ന് പറഞ്ഞാൽ ഉടനെ നീ ഒന്നിനും തയ്യാറാവില്ലെന്ന്. എൻ്റെ വാക്കിനൊരു പുൽനാമിൻ്റെ വില നൽകില്ലെന്നും അറിയാം. പക്ഷേ എൻ്റെ വാക്കിന് വില നൽകാതെ ഇവിടുന്ന് നീ ഇറങ്ങിയ നിന്റെ കാർ ഗേറ്റ് കടന്നതിന് മുമ്പേ എൻ്റെ ശ്വാസം നിലച്ചിരിക്കും. ഒപ്പം നിന്റെ കയ്യിൽ വിലങ്ങും വീഴും. നിന്റെ തകർച്ചയെ എനിക്ക് കാണേണ്ടത്. എൻ്റെ കഴുത്തിൽ ചാതുന്ന ആ ചരടിൽ കൂടി എനിക്കതിന് സാധിച്ചില്ലേ, അത് ഞാൻ എൻ്റെ മരണത്തിലൂടെയാണെങ്കിലും നേടിയെടുത്തിരിക്കും. എൻ്റെ ജീവിതം തകർത്ത് സ്വസ്ഥമായൊരു ജീവിതം നിനക്ക് ഉണ്ടാവില്ല. മുച്ചൂട് നശിപ്പിക്കും ഞാൻ നിന്നെ. ഞാൻ തീർക്കുന്ന അഗ്നിയിൽ വെന്തുരുകും നീ. ഒരു തുള്ളി വെള്ളത്തിനായി നീ എൻ്റെ മുന്നിൽ യാചിക്കും. ഒന്ന് പോയടി, അവൾ ഭീഷണിപ്പെടുത്താൻ വന്നേക്കുന്നു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോയി നോക്ക്. അല്ലെങ്കിൽ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് വിളിച്ച് ചോദിക്ക് നിന്നെ കാണാൻ അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. അവൾ പറയുന്നത് കേട്ട് സംശയത്തോടെ മുഖം ചൊളിച്ച് അവൾക്ക് നേരെ എന്തേലും പറയാൻ തുടങ്ങും മുമ്പ് തന്നെ അവൻ്റെ ഫോണ് ബെല്ലടിച്ചിരുന്നു. ഹലോ, പറയൂ സാർ. സാറിനെ കാണാൻ 1-2 മീഡിയാസ് വന്നേക്കുന്നു. സാറിനെ കല്യാണം എന്നൊക്കെ പറയുന്നു. വാട്ട്? എൻ്റെ കല്യാണമോ? മീഡിയക്കാരോ? അവരാരെ ഇതൊക്കെ അറിയിച്ചേ? അറിയില്ല സർ. ഞാനെന്താ വേണ്ടത്? എനിക്കാരെയും കാണണ്ട. കടന്ന് പോകാൻ പറയുടെ എല്ലാവരും പോന്ന. സെക്യൂരിറ്റിയെ തെറി വിളിച്ചവൻ കയ്യിലെ ഫോണ് നിലത്തേക്കെറിഞ്ഞ് അവൻ മുന്നിലെ ചെയർ ചവിട്ടി തെറിപ്പിച്ചു. നിനക്ക് എന്താടി വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കൈകൊണ്ട് ഇതെൻ്റെ കഴുതി കെട്ടണം, അല്ലെങ്കിൽ എൻ്റെ മരണം. നിനക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടാ കിട്ടുന്നത്? അത് നീ അറിയണ്ട. ഓരോ മിനിറ്റിലും വിലപ്പെട്ടത് നിനക്കല്ലേ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേഗം പോകാം. ഇവളെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൺമുന്നിൽ വന്നാലുണ്ടല്ലോ, അതിനെൻ്റെ പട്ടി വരും. എടുത്തടിച്ചതുപോലുള്ള അവളുടെ മറുപടി അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നത് പോലെയാണ് അവന് തോന്നിയത്. പല്ലുകൾ ഞെരുമ്പി വന്ന ദേഷ്യം കൈകൾ ചുരുട്ടി നിയന്ത്രിക്കാൻ പാടുപെടുന്ന അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതിനനുസരിച്ച് അവൻ്റെ കഴുത്തിലെ ഞരമ്പ് വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. വായോ പോന്നെ, ഇതങ്ങ് കെട്ടിയ നിന്റെ കുഴപ്പം കടങ്ങുമല്ലോ. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പറഞ്ഞതും അവൻ്റെ സ്പർശനം തട്ടി അവളുടെ അറപ്പോടെ കൈ വലിച്ചെടുത്തു. എവിടേക്ക്? വഴിപാട് ചടങ്ങാണെങ്കിലും അമ്പലത്തിലേക്ക് ചെല്ലണ്ടേ? അല്ലാതെ അമ്പലം എവിടേക്ക് വരില്ലല്ലോ. അമ്പലത്തിൽ പൂച്ച് താലി കഴുതിൽ ചാത്തി ഈശ്വരന്മാരുടെ അനുഗ്രഹം വാങ്ങി നിന്റെ പ്രിയ പത്നിയായി കഴിയാനല്ല എനിക്ക്. താലിക്കെട് രജിസ്റ്റർ ഇവിടെ. അത് പറഞ്ഞ് കയ്യിലെ പേപ്പർ അവന് നേരെ നീട്ടി. ഇതങ്ങ് ഒപ്പിട്ട് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കൊണ്ട്. അത് പറഞ്ഞ് കയ്യിലെ താലി അവന് നേരെ നീട്ടിയതും അവളെ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ടവൻ അവളുടെ കയ്യിൽ നിന്നും താലി പിടിച്ചു വാങ്ങി അവളുടെ കഴുത്തിൽ ചാർത്തിയിരുന്നു. അവൾ കൊടുത്ത പേപ്പറിൽ സൈൻ ചെയ്തും കൊടുത്തു. അപ്പോഴേക്കും പൂജാമുറിയിൽ നിന്നും പൂജിച്ച് കുങ്കുമച്ചെപ്പുമായി കമലാമ്മ അവളുടെ അടുത്തേക്ക് വന്നു. മോനെ, വാക്ക് പോയില്ലാണെങ്കിലും നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? കൂടെ ഇതും കൂടെ ആ നെറ്റിയിലിട്ട് കൊടുക്കൂ. എന്നാലേ നിങ്ങളുടെ വിവാഹം പൂർണ്ണ ദൃഢവുമാവുകയുള്ളൂ. അത് കേട്ടതും അവനും അവളും ഒരുപോലെ പരസ്പരം മുഖത്തോട് നോക്കി പൂച്ചത്തോടെ മുഖം തിരിച്ചു. കാമലമ്മക്ക് വേറെ പണിയില്ലേ? വിവാഹ ജീവിതത്തിന് മംഗളങ്ങളേകാനും ഉറപ്പ് വരുത്താനും വന്നേക്കുന്നു. ഇവളെ ഇവിടെ വാഴിക്കുന്നാണ് കരുതിയിരിക്കുന്നത്. വന്ന പോലെ തന്നെ നീ 2 ദിവസം കൊണ്ട് പോയിരിക്കും. നോക്കിക്കോ അഗ്നിത, അവൾ വന്നേക്കൊന്ന് പക തീർക്കാനായി. അവളെ നോക്കി പൂച്ചത്തോടെ പറഞ്ഞവൻ പുറത്തേക്ക് പോയിരുന്നു. അവൻ ഇറങ്ങി വരുന്നത് കണ്ട് ഡ്രൈവർ ബാക്ക് സീറ്റിലെ ഡോർ തുറന്നു കൊടുത്തു. അവൻ കയറി കഴിഞ്ഞത് ഡോർ അടച്ച് ഡ്രൈവർ വണ്ടിയെടുത്ത് ഗേറ്റിൽ കിടന്ന് പോയിരുന്നു.